അവർക്കൊരിക്കലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഏതൊരു കാര്യം ചെയ്യാനും ഉള്ള ഒരു ആത്മവിശ്വാസമോ അതിനുള്ളൊരു ശക്തിയോ അതിനുള്ളൊരു പവറോ ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. കാരണം മൂലാധാര ചക്രത്തിൽ എനർജി ബ്ലോക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂലാധാര ചക്രം എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ ഒരു രക്ഷപ്പെടുന്ന ആളുകളായിട്ട്, അതായത് ഒരു വിജയിക്കുന്ന ആളുകളായിട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ, മൂലാധാര ചക്രത്തിൽ കുടുങ്ങി കിടക്കുന്നവർക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ എന്താണ് വഴി? നമ്മൾ ഓരോ ചക്രങ്ങൾക്കും ബീജാക്ഷരങ്ങളുണ്ട്. ആ ബീജാക്ഷരങ്ങളെ നമ്മൾ പല പ്രാവശ്യം ഇന്നർ ആൽക്കമി എന്ന് പറയുന്ന കുണ്ടലിനി മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് റിട്രീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഈ 114 ചക്രങ്ങളിൽ 2 ചക്രങ്ങൾ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള ചക്രങ്ങളാണ്. പോയിട്ട് 112 ചക്രങ്ങളാണ്. അപ്പോൾ ഈ 7 ചക്രങ്ങൾ കൂടാതെ 21 ഉപചക്രങ്ങളുണ്ട്. ഈ 7 ചക്രങ്ങളെ കൂടാതെ നമുക്ക് 21 ഉപചക്രങ്ങളും അതുപോലെ തന്നെ 84 സൂക്ഷ്മ ചക്രങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. എങ്കിലും മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും ബേസായിട്ടുള്ള ചക്രമാണ് നമ്മുടെ ഏറ്റവും മൂല്യത്തിന് ആധാരമായ ചക്രം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്രയാണ്. അതിന് 4ാമത്തെ ചക്രമായിട്ടുള്ള അനാഹത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ടൈം എന്ന് പറയുന്ന ഡയമെൻഷനെ കൂടി അറിയുകയും മനുഷ്യൻ്റെ സാധാരണ ഒരു മനുഷ്യത്വമുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഗുരു, അങ്ങയുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ വളരെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളായിരിക്കും. അപ്പം അവർ ഗുരുജിയുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഗുരുജി ചെയ്യുന്ന അവരുടെ ചക്രകളാണ് ആദ്യമേ ഹീല് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചക്രകളിലുള്ള പ്രശ്നങ്ങൾ തിരുത്തിയതിന് ശേഷമാണ് പിന്നീട് അവർക്ക് മറ്റ് ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ ചക്രകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രത്യേകത വരാൻ കാരണം? ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇന്നർ ആൽക്കമി എന്ന് പറയുന്ന കുണ്ടലിനി മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് റിട്രീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പം കുണ്ടലിനി മെഡിറ്റേഷൻ കടന്നു പോകുന്നത് അഷ്ടാംഗ യോഗത്തിലൂടെയും അതുപോലെ തന്നെ ചക്രങ്ങളിലൂടെയുമാണ്. അപ്പം ചക്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി പോയിന്റുകളാണ് ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മളെ ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഈ പ്രകൃതിയുമായിട്ടും പ്രപഞ്ചവുമായിട്ടും ഈ എനർജി ഫീൽഡുകളുമായിട്ടും നമ്മളെ കണക്ട് ചെയ്യുന്ന എനർജി ഫീൽഡുകളാണ്, അല്ലെ എനർജി കേന്ദ്രങ്ങളാണ് ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ നാഡീ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാഡീ കേന്ദ്രങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഡികൾ സന്ധിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മുടെ ചക്രങ്ങളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് 114ഓളം ചക്രങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഉള്ളതായിട്ട് ആചാര്യന്മാർ പറയുന്നത്. ഈ 114 ചക്രങ്ങളിൽ 2 ചക്രങ്ങൾ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള ചക്രങ്ങളാണ്. പോയിട്ട് 112 ചക്രങ്ങളാണ് നമുക്ക് ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചാക്രീയമായ സംവിധാനം, അതായത് ചാക്രീയമായ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചാക്രീയമായ എനർജിയുടെ ഫീൽഡുകളെയാണ് നമ്മൾ ചക്രങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 114 ചക്രങ്ങൾ എന്ന് പറയുമ്പോഴും സാധാരണഗതിയിൽ എല്ലാവരും കേട്ടിട്ടുള്ളത് 7 ചക്രങ്ങളെ പറ്റിയല്ല. ആ 7 ചക്രങ്ങൾ എങ്ങനെയാണ് 114 ചക്രങ്ങളാകുന്നത്? 7 ചക്രങ്ങളല്ല, നമുക്ക് ശരിക്കും 114 കേന്ദ്രങ്ങളുണ്ട്, ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. അതിൽ 112 എണ്ണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആണ് നിലനിൽക്കുന്നത്, മറ്റു 2 എണ്ണം ഔട്ട് ഓഫ് ദ ബോഡിയാണ്. അപ്പോൾ ഈ 112 ചക്രങ്ങളിൽ 7 ചക്രങ്ങൾ എന്ന് പറയുന്നത് 7 ആധാര കേന്ദ്രങ്ങളാണ്, 7 ആധാര ചക്രങ്ങളാണ്. 7 ആധാര ചക്രങ്ങളായതുകൊണ്ടാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചക്രങ്ങളായിട്ട് മാറുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇട, പിംഗള, സുഷുമ്ന നാഡികളാണ് നമ്മുടെ നാഡീ വ്യൂഹത്തിൽ, നാഡീ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഡികളെന്ന് പറയുന്നത്. ഇടനാഡി നമ്മുടെ ഇടത് മൂക്കിൽ വന്ന് ചേരുന്ന നാഡിയാണ്. വലത് നാഡി, പിംഗള നാഡി നമ്മുടെ വലത് മൂക്കിൽ വന്ന് ചേരുന്ന നാഡിയാണ്. അപ്പോൾ ഈ ഇട, പിംഗള, സുഷുമ്ന നാഡികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ഈ 7 ആധാര ചക്രങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ആധാര ചക്രങ്ങളെന്ന് നമ്മൾ പറയുന്നത്. അതെന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം തുടങ്ങിയ 7 കേന്ദ്രങ്ങളാണ്, 7 ചക്രങ്ങളാണ്. അപ്പോൾ ഈ 7 ചക്രങ്ങൾ കൂടാതെ 21 ഉപചക്രങ്ങളുണ്ട്. ഈ 7 ചക്രങ്ങളെ കൂടാതെ നമുക്ക് 21 ഉപചക്രങ്ങളും അതുപോലെ തന്നെ 84 സൂക്ഷ്മ ചക്രങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ 7 ചക്രങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നോർമൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രശ്നങ്ങളിലെയും പരിഹരിക്കാനായിട്ടും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഏത് ചക്രത്തിലാണോ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് 7 ചക്രങ്ങളെ പറ്റി പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും 7 ചക്രങ്ങളുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ 7 ചക്രങ്ങളിനെ പറ്റി പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞുതരാമോ? അതായത്
മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാരം വരെയുള്ള ഈ 7 ചക്രങ്ങളും ഈ 7 ചക്രങ്ങളെയും എന്തൊക്കെയാണെന്നൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാൻ കഴിയും? തീർച്ചയായിട്ടും. കാരണം ആളുകൾ വളരെയധികം അന്വേഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ സാധാരണ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ 7 ചക്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ചക്രങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ അല്ലെ ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ചക്രങ്ങൾ നമ്മളുടെ ഈ പറഞ്ഞ എനർജി കേന്ദ്രങ്ങളായതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രം എന്ന് പറയുന്നത് ഈ 7 ചക്രങ്ങളും പ്രധാനം തന്നെയാണ്. ഒന്നും അപ്രധാനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതുപോലെ നമ്മുടെ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക തലങ്ങളുമായിട്ടും നമ്മുടെ മാനസിക തലങ്ങളുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ തലങ്ങളുമായിട്ടും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ 7 ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 ചക്രങ്ങളും പ്രധാനം അർഹിക്കുന്നതാണ്. എങ്കിലും മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും ബേസായിട്ടുള്ള ചക്രമാണ് നമ്മുടെ ഏറ്റവും മൂല്യത്തിന് ആധാരമായ ചക്രം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്രയാണ്. അപ്പം നമ്മുടെ ഏറ്റവും നമ്മുടെ ശാരീരിക വ്യവസ്ഥിതിക്കും നമ്മുടെ മാനസിക വ്യവസ്ഥിതിക്കും എല്ലാം അടിസ്ഥാനപരമായിരിക്കുന്നതും നമ്മളെ ഈ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നതുമെല്ലാം നമ്മുടെ മൂലാധാര ചക്രമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റൂട്ട് ചക്ര എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ മൂലാധാര ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് മൂലാധാര ചക്രം ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറയുന്ന 3 കാര്യങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഏതൊരു ജീവിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണല്ലോ. ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടറാണ്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യുന്ന ചക്രമാണ് മൂലാധാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മൂലാധാര ചക്രത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് ഭൂമി തത്വമാണ്. എർത്ത് എലമെൻ്റാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമി തത്വത്തിലിരിക്കുന്ന മൂലാധാര ചക്രത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയുമായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിങ്ങും അതുപോലെ പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിച്ചു പോകാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസിങ് പോയിന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ആ ആവശ്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ചക്രത്തിലാണ്. അപ്പോൾ മൂലാധാര ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ശാരീരിക വ്യവസ്ഥ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് ശരിയായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് ആരോഗ്യം ഉണ്ടാവുകയില്ല, നമ്മുടെ പേശികൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മൂലാധാര ചക്രം പ്രദർശനവും അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് കുടി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഏതൊരു കാര്യം ചെയ്യാനും ഉള്ള ഒരു ആത്മവിശ്വാസമോ അതിനുള്ളൊരു ശക്തിയോ അതിനുള്ളൊരു പവറോ ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. അവർക്ക് എപ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിരിക്കും അവരെ പിന്തുടരുന്നത്. കാരണം മൂലാധാര ചക്രത്തിൽ എനർജി ബ്ലോക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂലാധാര ചക്രം പ്രദർശനം അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഏറ്റവും സാധാരണ രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും. അവർ ഒരിക്കലും ഹയറായിട്ടുള്ള ഇപ്പോൾ ആത്മീയ തലങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മാനസിക തലങ്ങളെ പറ്റിയോ ഒന്നും അവർ സെർച്ച് ചെയ്യില്ല അല്ലെങ്കിൽ പഠിക്കുകയില്ല. അതുമാത്രമല്ല അതിനൊക്കെ ഉപരി നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ഈ 3 കാര്യങ്ങളിലായിരിക്കും. അതെ, അല്ലെങ്കിൽ ഇപ്പം ഭക്ഷണം കഴിച്ചു എന്ന് കൂട്ടിക്കും, ഉച്ചയായി ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വൈകിട്ടത്തെ ഭക്ഷണം എന്നതായിരിക്കും അല്ലെ എന്തായിരിക്കും എന്നുള്ളതാണ് അവരുടെ ചിന്ത വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ അതുപോലെ തന്നെ ഒരു വീട് വെക്കുക, ജീവിതത്തിലെ ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് താമസിക്കുക. സുരക്ഷിതമല്ല ഏതൊരു സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവർക്ക് ആ ഒരു സുരക്ഷിതമില്ലായ്മ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബസ്സേ കയറിയാൽ അല്ലെങ്കിൽ ഒരു കാറേ യാത്ര ചെയ്താൽ അവർക്ക് ആ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കില്ല. അവർക്കെപ്പോഴും പേടിയായിരിക്കും, ആത്മഭയമായിരിക്കും അവരെ പിന്തുടരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ജീവിതത്തിൽ ഒരു മേഖലകളിലും അവർക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ മറ്റൊരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട ആ ധനം നമ്മളിലേക്ക് വരികയും ധനം സുരക്ഷിതമാക്കി വെക്കുകയും ധനത്തെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എനർജി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തിലാണ്. അപ്പം ധനവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിലേക്ക് നോക്കുന്ന സമയങ്ങളിൽ മൂലാധാര ചക്രം ബ്ലോക്കായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഒരിക്കലും ധനാത്മകത കടന്നു വരുന്നില്ല എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവരെപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കും. അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാവില്ല. ശാരീരികമായിട്ട് അവർക്ക് എപ്പോഴും ദുരിതങ്ങളായിരിക്കും അവരെ പിന്തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ ഒരു രക്ഷപ്പെടുന്ന ആളുകളായിട്ട്, അതായത് വിജയിക്കുന്ന ആളുകളായിട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ, മൂലാധാര ചക്രത്തിൽ കുടുങ്ങി കിടക്കുന്നവർക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ എന്താണ് വഴി?
ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ യോഗയുടെ മാർഗ്ഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള പർട്ടിക്കുലറായിട്ടുള്ള യോഗ ആസനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ചക്രങ്ങൾക്കും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ചക്രങ്ങളിൽ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിച്ച് ആ ചക്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ദീക്ഷ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ദീക്ഷ എന്ന് പറയുന്നത് വർണ്ണമയി ദീക്ഷയാണ്. അപ്പോൾ ആ വർണ്ണമയി ദീക്ഷ ഓരോ ചക്രങ്ങളിലും ന്യാസം ചെയ്ത് കഴിയുമ്പോൾ ആ ചക്രങ്ങളെ നമുക്ക് പെട്ടെന്ന് ആ എനർജിയെ അവിടെ കേന്ദ്രീകരിപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമ്മൾ ഓരോ ചക്രങ്ങൾക്കും ബീജാക്ഷരങ്ങളുണ്ട്. ആ ബീജാക്ഷരങ്ങളെ നമ്മൾ പല പ്രാവശ്യം ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു വർണ്ണമയി ദീക്ഷയിലൂടെയും അതുപോലെ തന്നെ ചക്രങ്ങളിലെ ബീജാക്ഷരങ്ങളെ ചാൻറ്റ് ചെയ്തുകൊണ്ടും അതിന് വേണ്ട യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ പരിശീലിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാം. ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഓരോ ചക്രങ്ങളുടെയും എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ വിവിധ മാർഗ്ഗങ്ങളിലൂടെ എനർജി കൊടുത്തുകൊണ്ട് ആ ചക്രങ്ങളുടെ എനർജിയെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ചക്രത്തിനും പ്രത്യേകമായിട്ടുള്ള എനർജി ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻസിയിലേക്കുള്ള ബീജാക്ഷരങ്ങളെ അതായത് മന്ത്രങ്ങളെ ചാൻറ്റ് ചെയ്തുകൊണ്ടും ഇതുപോലെയുള്ള ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടും നമുക്ക് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ മൂലാധാരത്തിൽ നിന്ന് അടുത്ത ചക്രത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ചക്രം എന്ന് പറയുന്നത് മൂലാധാരം തൊട്ട് മുകളിലായിട്ട് വരുന്ന ചക്രം എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രമാണ്. അപ്പോൾ സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ സ്വന്തം അധിഷ്ഠാനം ആയിട്ടിരിക്കുന്ന ചക്രമാണ്. സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേക്രൽ ചക്രയാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് ജലതത്വമാണ്. അപ്പം മൂലാധാരത്തിൻ്റേത് ഭൂമി തത്വത്തിലായിരുന്നു, സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ജലതത്വത്തിലാണ്. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ഫോക്കസിങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, സെക്സ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ശരിയായിട്ടുള്ളൊരു വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഒക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാധിഷ്ഠാന ചക്രം പ്രവർത്തനക്ഷമമായിരിക്കണം. ഇനി സ്വാധിഷ്ഠാന ചക്രം പ്രവർത്തനക്ഷമം അല്ലാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതുപോലെ അവർ നല്ല നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും, പക്ഷേ ഒരിക്കലും അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അവരുമായിട്ട് നമ്മൾ എത്ര ഗാഢമായിട്ടുള്ള ബന്ധമുള്ളവരാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുമായിട്ട് തെന്നിപ്പിരിഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഫാമിലിയിലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാര്യാഭർത്തന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം ഇണങ്ങിച്ചേർന്ന് പരസ്പരം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടെ പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. കാരണം ആ ജലതത്വത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഭൂമി തത്വത്തിൽ റിജിഡായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു മർക്കട മുഷ്ടിക്കാരായിട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. അതായത് എപ്പോഴും അവരുടെ ചിന്തകളെല്ലാം ഒരു 90% സമയവും അവരുടെ ചിന്തകൾ സെക്സിനെ പറ്റി ആയിരിക്കും. അപ്പം സെക്സിൽ അവർക്ക് പക്ഷേ ഒരിക്കലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അതുപോലെ നല്ലൊരു സെക്ഷൽ ആരോഗ്യം, ഒരു സെക്ഷൽ ഹെൽത്ത് അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്ര ശ്രമിച്ചാലും അവർക്ക് ഈ പറഞ്ഞ ഈ ആശകൾ ഉള്ളിൽ നിൽക്കുന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർത്തീകരണം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയും അവരുടെ സമയം കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സെക്സിലുമൊക്കെ ഫോക്കസായി നിൽക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള ഈ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും ഒന്നും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് സ്വാധിഷ്ഠാന ചക്രം ബ്ലോക്ക് ആയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും പുറത്തു കടക്കാനും മൂലാധാരത്തിനെ പോലുള്ള തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് വം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. ആ ബീജാക്ഷരത്തെ ചാൻറ്റ് ചെയ്തുകൊണ്ട് ഉള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചക്രത്തെ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഓരോ ചക്രങ്ങളും പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മുടെ ഡയമെൻഷനാണ് മാറുന്നത്. ഓരോ ചക്രങ്ങളും ശരിക്കും പറഞ്ഞാൽ ഓരോ ഡയമെൻഷനാണ്. അപ്പം ഓരോ ചക്രങ്ങളും പ്രവർത്തനക്ഷമമാകുന്നതിനനുസരിച്ച് നമ്മുടെ ബോധത്തിലും നമ്മുടെ ചിന്തകളിലും എല്ലാം എൻ്റയറായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ചക്രങ്ങൾ ഓരോന്നും ഓരോ ഡയമെൻഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഇതിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 4 ഡയമെൻഷനാണ് അല്ലേ. അതായത് നീളം, വീതി, പൊക്കം. 4ാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടൈമാണ്, സമയം. അപ്പോൾ ഈ ആദ്യത്തെ ഡയമെൻഷൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു നേരെ മാത്രമായിരിക്കും അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. ഒരു ഫസ്റ്റ് ഡയമെൻഷൻ, ഈ ഡയമെൻഷനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പം ഓരോ ഡയമെൻഷനെ പറ്റിയും പറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ഡയമെൻഷൻ ഇപ്പോൾ ഒറ്റ ഡയമെൻഷൻ മാത്രം മനസ്സിലാകുന്ന ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്
അവർക്ക് നേരെ മാത്രം സഞ്ചരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് സൈഡിലേക്ക് സ്ഥലങ്ങളുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അവരുടെ ഡൈമെൻഷൻ, അവരുടെ ഏക ഫോക്കസ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഫോക്കസിങ് മാത്രമാണ്. എന്നാൽ ഈ രണ്ട് ഡൈമെൻഷൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ മനുഷ്യന് 4 ഡൈമെൻഷൻ അറിയാം. ഇപ്പോൾ 2 ഡൈമെൻഷൻ മാത്രം അറിയുന്ന ഒരു ജീവിയാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ നേരെ പോകാനും പറ്റും, സൈഡിലേക്ക് പോകാനും പറ്റും. പക്ഷേ അവിടെ ഒരു മതിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ മതിലിനെ ചാടി കിടന്ന് അപ്പുറത്ത് വരാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം അവർക്ക് ഉയരം അറിയുന്നില്ല, 2 ഡൈമെൻഷനേ അറിയുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം ഇനിയിപ്പം 3 ഡൈമെൻഷൻ അറിയുന്ന ഒരാളാണെങ്കിലോ അല്ലെ ഒരു ജീവിയാണെങ്കിൽ അവർക്ക് നേരെയും പോകാൻ പറ്റും, സൈഡിലേക്കും പോകാൻ പറ്റും. അവിടെ ഒരു തടസ്സമായിട്ട് ഒരു മതിലുണ്ടെങ്കിൽ ആ മതിലിനെ ചാടി കടന്ന് അപ്പുറത്തോട്ടും പോകാൻ പറ്റും. അപ്പോൾ അവിടെ 3 ഡൈമെൻഷൻ ആ ജീവിക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി 4ാമത്തെ ഡൈമെൻഷൻ അറിയുമ്പോഴാണ് സമയത്തെ പറ്റി പറയുന്നത്. അപ്പം സമയം എന്ന് പറഞ്ഞ ഡൈമെൻഷനെയും കൂടെ അറിയുമ്പോഴാണ് നമ്മുടെ പ്രസൻറ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് ഈ 3 കാര്യങ്ങളെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ 3 ചക്രങ്ങൾ എന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം എന്ന് പറയുന്നത് ഈ 3 ചക്രങ്ങൾ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 3 ഡൈമെൻഷനാണ്. അതിന് 4ാമത്തെ ചക്രമായിട്ടുള്ള അനാഹത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ടൈം എന്ന് പറയുന്ന ഡൈമെൻഷനെ കൂടി അറിയുകയും മനുഷ്യൻ്റെ സാധാരണ ഒരു മനുഷ്യത്വമുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഹയർ ചക്രങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്ത ഡൈമെൻഷനുകളെയാണ് നമ്മുടെ ബോധതലത്തിൽ നമ്മൾ അറിയുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ നിലനിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധ്യതകൾ, അയാളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനെ ഒന്നും വിനിയോഗിക്കാതെ അയാൾ ഈ പറഞ്ഞ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നല്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഇനി ഒരു ബന്ധം ഉണ്ടായാൽ തന്നെ അത് നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റില്ല. അയാളുടെ ചിന്തകൾ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അയാൾക്കൊരു ശരിയായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ആ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് അയാളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും ഒക്കെ വളരെ ഹയർ ലെവലിൽ ഉപയോഗിക്കാനായിട്ടും അയാൾ തേടുന്ന ഏതൊരു സാധ്യതകളെയും അയാൾക്ക് കയ്യെത്തി പിടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സ്വാധിഷ്ഠാന ചക്രം പ്രത്യക്ഷമാക്കിയാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത്. അതിന് മുകളിലേക്കുള്ള അടുത്ത ചക്രത്തിലേക്ക് പോയാലോ?